നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന എംഎൽഎമാരുടെ ശമ്പളമാണോ പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നതെന്ന്? കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പദവി പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. ഭരണപക്ഷത്തെ വിറപ്പിക്കാനും ജനങ്ങളുടെ ശബ്ദമാകാനും നിയമസഭയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഈ നേതാവിന് യഥാർത്ഥത്തിൽ എത്രയാണ് ശമ്പളം? എന്തൊക്കെയാണ് ഇവർക്ക് ലഭിക്കുന്ന VIP ആനുകൂല്യങ്ങൾ? ഭരണഘടന അനുസരിച്ച് ക്യാബിനറ്റ് പദവിയുള്ള ഈ നേതാവിന് ലഭിക്കുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് ഹൗസ് എന്ന വമ്പൻ ഔദ്യോഗിക മന്ദിരവും സൗജന്യ ചികിത്സയും വിദേശയാത്രകളും ഉൾപ്പെടെ എന്തുമാത്രം ആനുകൂല്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിനായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത്. ജനാധിപത്യത്തിലെ ഈ അതിശക്തമായ പദവിയുടെ ശമ്പള കണക്കുകളും VIP ആനുകൂല്യങ്ങളും കൃത്യമായ വിവരങ്ങളോടെ നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന അതേ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് പ്രതിപക്ഷ നേതാവിനും നിയമപരമായി ലഭിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അടിസ്ഥാന ശമ്പളവും വിവിധ അലവൻസുകളും ചേർത്ത് പ്രതിമാസം ഏകദേശം 97,429 രൂപയോളം കയ്യിൽ ലഭിക്കും. ഇതിൽ അടിസ്ഥാന ശമ്പളം വെറും 2,000 രൂപയാണ്. എന്നാൽ DA ആയി 38,420 രൂപ മാസാമാസം ലഭിക്കും. മണ്ഡല അലവൻസായി 40,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. യാത്രാ അലവൻസിനായി പിണറായി വിജയന് 17,000 രൂപയും ലഭിക്കും. തിരുവനന്തപുരത്ത് പൂർണ്ണമായും സൗജന്യവും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഔദ്യോഗിക മന്ദിരവും പ്രതിപക്ഷ നേതാവിനുണ്ട്. കന്റോൺമെന്റ് ഹൗസ് എന്നാണ് ഈ വീട് അറിയപ്പെടുന്നത്. ഇതിന്റെ അറ്റകുറ്റപ്പണികളും വൈദ്യുതി, വെള്ളം ബില്ലുകളും പൂർണ്ണമായും സർക്കാർ വകയാണ്. പ്രതിപക്ഷ നേതാവിന് സഞ്ചരിക്കാൻ അത്യാധുനിക സെക്യൂരിറ്റി ഫീച്ചറുള്ള ഔദ്യോഗിക വാഹനം സർക്കാർ നൽകും. ഇതിന്റെ ഇന്ധന ചെലവും ഡ്രൈവറുടെ ശമ്പളവും പൂർണ്ണമായും സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. പ്രതിപക്ഷ നേതാവിനും കുടുംബാംഗങ്ങൾക്കും രാജ്യത്തിനകത്തോ വിദേശത്തോ നടത്തുന്ന ചികിത്സകളുടെ മുഴുവൻ ചെലവും സർക്കാർ റീഇംബേഴ്സ് ചെയ്തു നൽകും. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റ്, പ്രൈവറ്റ് സെക്രട്ടറി, കുക്കുകൾ, ഡ്രൈവർമാർ, സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ 30ഓളം പേഴ്സണൽ സ്റ്റാഫുകളെ സ്വന്തമായി നിയമിക്കാൻ പ്രതിപക്ഷ നേതാവിന് അധികാരമുണ്ട്. ഇവരുടെ ശമ്പളവും സർക്കാർ ഫണ്ടിൽ നിന്നാണ്. സൗജന്യ ഫോൺ കണക്ഷനുകൾ, ഔദ്യോഗിക യാത്രക്കുള്ള വിമാന ട്രെയിൻ ടിക്കറ്റുകൾ, ദിവസേനയുള്ള പ്രത്യേക അലവൻസുകൾ എന്നിവയും പ്രതിപക്ഷ നേതാവിന് കേരളം നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നത് വെറും ഒരു പദവിയല്ല, ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്ക് തൊട്ടു താഴെയുള്ള അതിശക്തമായ ഒരു അധികാര കേന്ദ്രമാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ ഈ പദവിക്ക് നൽകുന്നത് ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തോളം തന്നെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം എന്നതുകൊണ്ടാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്ന് ഈ ശമ്പളവും ക്യാബിനറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുമ്പോൾ അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിലുള്ളത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. റോൾ റിവേഴ്സിലൂടെ ഈ പുതിയ രാഷ്ട്രീയ പരീക്ഷണശാലയിൽ ഒരു മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമ്പോൾ സഭയുടെ രാഷ്ട്രീയവും എത്രത്തോളം ചൂടുപിടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. VD സതീശന്റെ ഭരണവും പിണറായി വിജയന്റെ പ്രതിപക്ഷ ശൈലിയും എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം.